ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ഇതുപോലെയാണ് ചപ്പാത്തി തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. അത്രയും നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. വൈകിട്ട് വരെ ഇരുന്നാലും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് കാണാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ ബാക്കി വന്ന ചോറാണ് എടുത്തിട്ടുള്ളത്. ചൂട് ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മണമില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു ഓയിലും കൂടെ ഈ ചോറിന്റെ കൂടെ അരച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ ഒരു ചപ്പാത്തി റെഡിയായി കിട്ടുന്നത്. ഇപ്പോൾ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ കൈവച്ചിട്ടൊന്ന് തുടച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ഇതുപോലെ ഓരോ കപ്പിന്റെയും മുകൾ ഭാഗം തട്ടാതെ നമുക്ക് പൊടി നിറച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അളവിൽ നിറയെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 250 ml കപ്പിന്റെ അളവിൽ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗോതമ്പ് പൊടിക്കുള്ള അളവാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും എടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഈ ഒരു ചോറിന്റെ നനവിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ചോറ് അരച്ചു കൊടുക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിന്റെ ആവശ്യമില്ല. ഈ ഒരു മാവിനും കൂടെ കണക്കാക്കിയിട്ടാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ചോറ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു ചപ്പാത്തിയുടെ മാവ് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. കുറച്ച് നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം. ഞാൻ ഈ മാവ് കുഴച്ചെടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇത് പരത്തുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. ഞാനിപ്പോൾ ഇതിവിടെ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്കോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഈ ഒരു വലിപ്പത്തിൽ ഞാനിവിടെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും തയ്യാറാക്കി എടുക്കാൻ ഇഷ്ടമുള്ള ആ ഒരു വലിപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ എല്ലാ മാവും ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. സാധാരണ നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ കറക്റ്റ് പരുവുണ്ടല്ലോ, അതിന് അത്രയും വലിപ്പത്തിൽ കിട്ടാനാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബോൾസ് എല്ലാം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ബോർഡിലാണ് കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുന്നത്. ഈ ഒരു ബോർഡ് ഫുള്ളായിട്ടൊന്ന് പൊടിയിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ പൊടിയില്ലാത്ത ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാം. എത്രത്തോളം പരത്തിയെടുക്കാമോ അത്രയും നന്നായിട്ട് ഈ ഒരു മാവ് പരത്തിയെടുക്കുക. ഇതിനിപ്പോൾ കറക്റ്റ് ആകൃതിയും ഷേപ്പും ഒന്നും നോക്കുന്നില്ല, കാരണം ഞാനിത് പിന്നീട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന റെഡിമെയ്ഡ് ചപ്പാത്തിയുടെ അതുപോലുള്ള കട്ടിയിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മാവ് ചുട്ട് വരുമ്പോഴത്തേക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അത്രയും നൈസ് ആക്കിയിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതുപോലെ തന്നെ വീണ്ടും കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബോൾസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് ആദ്യം ഒന്ന് അമർത്തി കൊടുക്കുക. എന്നതിന് ശേഷം ഇതുപോലെ എത്രത്തോളം വലിച്ച് പരത്തിയെടുക്കാവോ അത്രയും നന്നായിട്ട് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ മാവും ഒരേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കറക്റ്റ് ഷേപ്പിൽ കിട്ടാനായിട്ട്. അപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു മാവ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പതാ ഞാൻ ഇതുപോലൊരു അടപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ വക്ക് നല്ല മൂർച്ചയുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഇത്രയും വലിപ്പത്തിൽ കിട്ടാനാണ് ഈ ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള കറി ബൗൾ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്ന പാത്രം കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എല്ലാത്തിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വീണ്ടും പരത്തിയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ ഒരു പ്ലേറ്റിൽ മാറ്റുന്നുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഒരു പൊടിയുള്ള ഭാഗം ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പൊടിയുള്ള ഭാഗം ഇട്ട് കൊടുക്കാൻ നോക്കുക. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. 1-2 സെക്കൻഡ് മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക. പിന്നെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ട് പൊള്ളി വരും. എല്ലാം ഒരേ വലിപ്പത്തിൽ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ എല്ലാം ഇതുപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. ഓരോന്നും ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പൊടി അതിലുണ്ടാവും. അതുകൊണ്ട് ആ ഒരു പൊടി നമുക്ക് തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കണം. എന്നതിന് ശേഷം മാത്രം അടുത്തത് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടുത്തത് ഇട്ട് കൊടുക്കുമ്പോൾ വേഗം കരിഞ്ഞു പോവും. ഇപ്പോൾ ദാ ഞാൻ രണ്ടാമത്തതും ഇട്ട് കൊടുത്തത് ഇതുപോലെ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു ചപ്പാത്തി റെഡിയായി കിട്ടി. ഇതുപോലെ ചോറ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. പിന്നെ ഇതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി തോന്നും എപ്പോൾ ചെയ്തെടുത്താലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.